of the dais, proud parents, inspiring mentors, kind non-teaching staff, most adored educarians, and all my excited graduates. Wishing you all a very pleasant evening. The harvest of the seed we sowed years back has brought us to this fruitful day. I, Dr. Vismaya Radhakrishnan, valedictorian of the year 2024, stand before you as a representative of my 85 compeers. I feel extremely privileged to be here with all of you today, and I believe that with privilege comes a big responsibility to give back. Okay, so let me share a personal anecdote. To be honest, on my very first day, I was very scared to pursue this course because I couldn't even put faith on my own talents. Then I had a conversation with my sister, who also happens to be a dentist, Dr. Ashwati, and she told me something that actually helped me review my perspective, and I would like to share it with you. With all due respect, I would like to continue my address in my mother tongue. So, അന്ന് സെപ്റ്റംബർ 26 കോളേജിലോട്ട് വരുന്നതിൻ്റെ തലേന്ന് ബാഗൊക്കെ പാക്ക് ചെയ്യുമ്പോൾ പുതിയൊരു കോളേജ് വീട് വിട്ടിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നീ ഇപ്പോൾ കയറി ചെല്ലാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ ഒരു ഫേസിലോട്ടാണ്. അതായത് പുതിയ ഒരു കൂട്ടം കുട്ടികളെ കാണാൻ പോവാണ്, പുതിയൊരു കോഴ്സ് പഠിക്കാൻ പോവാണ്. അവിടെ എത്തുന്ന 100 പേർക്കും ആ കോഴ്സിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണോ നീ പണ്ട് LKG സ്കൂളിൽ ചേരാൻ പോയത്, അതേ ഫീലോട് കൂടെ വേണം നീ കോളേജിലോട്ട് പോകുമെന്ന് ചേച്ചി പറഞ്ഞു. അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായൊരു കാര്യമെന്ന് തോന്നിയെങ്കിലും +2 ശേഷം +2ൻ്റെ കൂടെ എൻട്രൻസ് കോച്ചിങ്, പിന്നെ റിപ്പീറ്റ് ഇതെല്ലാതും കൂടി ഇങ്ങനെ കയറ്റി ഈ ബ്രെയിൻ സ്റ്റോറേജ് ഫുൾ എന്ന് പറയുന്നൊരു അവസ്ഥയിലാണ് ഞങ്ങൾ എല്ലാവരും ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞ ഈ കാര്യത്തിൽ നിന്ന് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, ഒരു സ്റ്റോറേജ് ഫുള്ളായ ഒരു ഡ്രൈവിലേക്ക് എക്സ്ട്രാ ഒരു 128 GB ഫ്രീ ഒരു SD കാർഡ് ഇൻസേർട്ട് ചെയ്തൊരു ഫീലാണ് അന്ന് എനിക്ക് ഉണ്ടായത്. പക്ഷേ ഇന്ന് ആ 128 GB SD കാർഡിൽ നോക്കുമ്പോൾ ഫുള്ളാക്കുമ്പോൾ ജീവിതാവസാനം വരെ റിട്രീവ് ചെയ്യാൻ മാത്രം ഇമ്പോർട്ടൻസ് ഉള്ള കുറേ ഫയൽസാണ് ഇന്ന് അതിലുള്ളത്. 5 വർഷം കൊണ്ട് ഇവിടുന്ന് എന്ത് നേടിയെന്ന് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കുക എന്നതാണ് എനിക്ക് തന്ന ദൗത്യം. എനിവേ, അത് അസാധ്യമാണ്. പക്ഷേ അസാധ്യം അഥവാ ഇമ്പോസിബിൾ എന്നൊരു വാക്ക് എഡ്യൂക്കേറ്റൽ BDS കഴിഞ്ഞ ഒരാളുടെ ഡിക്ഷണറിയിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓർമ്മശക്തി കുറവാണെന്ന് പറഞ്ഞ് നടന്നെങ്കിലും നമ്മൾ തലയിൽ കയറ്റിയ ഫാർമക്കോളജി ക്ലാസിഫിക്കേഷൻ, അതും പോയിട്ട് അനാറ്റമിയിലെ നെർവ്സ്, മസിൽസ്, ക്രോണോളജി തുടങ്ങി ഇന്റേണൽ എക്സാമിന് ഒറ്റ രാത്രി കൊണ്ട് ഫുൾ പോർഷൻ കവർ ചെയ്യുന്നത് വരെ, ഹാൻഡ് സ്കിൽസ് കുറവാണെന്ന് പറഞ്ഞ് വിഷമിച്ച് നടന്ന നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഡെലിവർ ചെയ്തതോ 1-1 മുതൽ 4-8 വരെയുള്ള കാർവിംഗ്, എണ്ണമറ്റാൻ പറ്റാത്തത്ര ക്ലാസ് 2, എത്രയോ CD ഇൻസെഷൻസ് തൊട്ട് RCT വരെ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റില്ലെന്ന് നമ്മൾ വിചാരിച്ചോ അതെല്ലാം നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ബോധ്യപ്പെടുത്തി 5 വർഷം. അതിനായി ഞങ്ങളെ പ്രാപ്തരാക്കിയ ഞങ്ങളുടെ സ്വന്തം മെന്റേഴ്സ്. ടീച്ചേഴ്സ് എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമില്ല, മെന്റേഴ്സിനെ പറയുള്ളൂ. കാരണം വെറും ഒരു പഠനം അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ളതിനുപരി എന്നെ അല്ലെങ്കിൽ ഞങ്ങളാക്കിയത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അന്നൊരു പക്ഷേ വർക്ക് റിപ്പീറ്റ് ആകുമ്പോൾ, കാർവിങ് ഒടിച്ചു കളയുമ്പോൾ, ഡെഞ്ചർ എയറിൽ പറക്കുമ്പോൾ, അത് അല്ലെങ്കിൽ ഓർത്തോ വയറ് 10ാം തവണയും നമ്മൾ ഗ്ലാസ് പ്ലേറ്റിലിട്ട് ഉരുട്ടിയപ്പോഴും ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങളെ കൊണ്ട് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന്, ഞങ്ങൾക്ക് ഏതറ്റം വരെ പോകാൻ സാധിക്കുമെന്ന്. താങ്ക് യു ടു ഓൾ അവർ ബിലവഡ് ടീച്ചേഴ്സ്. ഞങ്ങളുടെ ഉള്ളിലെ ഞങ്ങൾക്ക് മുന്നേ നിങ്ങൾ അറിഞ്ഞതിന്. എഡ്യൂക്കേർ പഠിപ്പിച്ച 2ാമത്തെ പാഠം, ആർക്കും എന്തും ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷേ അതറിയാൻ കാര്യങ്ങൾ ചെയ്തു തന്നെ ആകണം. അങ്ങനെ ചെയ്യാൻ തോന്നാൻ ഇവിടെ ഈ സ്റ്റേജിൻ്റെ 2 വശത്തിരിക്കുന്ന പോലത്തെ കൂട്ടുകാരുണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ലോ കോൺഫിഡൻറ്റ്, ഇൻട്രോവേർട്ട് ആൻഡ് ഷൈ ആയിരുന്ന എന്നെ അങ്ങ് വിസു എന്ന് പറഞ്ഞ് അങ്ങ് ഓരോ കാര്യങ്ങളങ്ങ് ഏൽപ്പിക്കും. അങ്ങനെ പറഞ്ഞ് യൂണിയൻ ചെയർപേഴ്സൺ ആക്കിയത് മുതൽ ഡാൻസ്, പാട്ട്, എന്തിന് 5 കിലോമീറ്റർ മാരത്തോൺ വരെ ഇവരെന്നെ കൊണ്ട് ഓടിച്ചിട്ടുണ്ട്. ഇതൊരു വിസുവിൻ്റെ മാത്രം കഥയല്ല കേട്ടോ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇതൊക്കെ തന്നെയാണ്. താങ്ക് യു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്. പകച്ചു നിന്ന സമയത്ത് പിടിച്ചു വലിച്ചാണെങ്കിലും മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിച്ചതിന്. മൈ ഡിയർ ഫാദർ and all the wonderful fathers sitting here, and my dear mother and all the wonderful
sitting here. ഞങ്ങളുടെ സ്വന്തം അച്ഛന്മാരെ, അമ്മമാരെ, നിങ്ങളോടൊന്നും നന്ദി പറയാനൊന്നും അത്രമാത്രം കഴിവും അല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ടൊന്നും ഞങ്ങൾ എത്തിയിട്ടില്ല. നിങ്ങൾ ഡോക്ടറാക്കിയത് നിങ്ങളുടെ മകളെയോ മകനെയോ മാത്രമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വെക്കേഷൻ കഴിഞ്ഞ് വന്നാൽ മിക്കവാറും ഞങ്ങൾ കഴിക്കുന്നത് പാലക്കാട്ടെ ചോറും കൊല്ലത്തെ മീൻകറിയും എറണാകുളത്തെ ബീഫും മലപ്പുറത്തെ ചിക്കൻ ഫ്രൈയും കാസർഗോട്ടെ പത്തിരിയും ഒക്കെ ആയിരിക്കും. അങ്ങനെ കഴിക്കുന്ന ഓരോ ഉരുളയിലും ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെ സ്നേഹത്തിൻ്റെ രുചിയുണ്ട്, കഷ്ടപ്പാടിൻ്റെ രുചിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം റിസർവ് ബാങ്കായ നമ്മുടെ സ്വന്തം അച്ഛന്മാർ എന്തിനാണെന്ന് പോലും ചോദിക്കാതെ ബാങ്കിലോട്ട് പൈസ ഇടുമ്പോൾ ഇല്ലായ്മയും കഷ്ടപ്പാടുകളും അറിയിക്കാതെ നമ്മളെ അങ്ങനെ കൊണ്ട് നടക്കുന്ന നമ്മുടെ അച്ഛന്മാർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്ദി പറയാനൊന്നും ഞാൻ ആളല്ല. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തരുന്ന ഏറ്റവും വലിയ സമ്മാനം ഇന്നത്തെ ഈ ദിവസം തന്നെയാണ്. ഇവിടം വരെ എത്തി നിൽക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുമാണ്. I also extend my gratitude to all the patients without whom we could never be a doctor. Also, our dear MD sir and Sura ma'am and the whole Educare family. ഞങ്ങളെ ലിറ്ററലി ഈ 5 വർഷം അഡോപ്റ്റ് ചെയ്തതിന്, സ്വന്തം അച്ഛനും അമ്മയും ഇല്ലാത്ത ആ ഒരു ബുദ്ധിമുട്ട് അറിയിക്കേണ്ട ഞങ്ങളെ ഇങ്ങനെ നോക്കി 5 വർഷം കൊണ്ട് നടന്നതിന് a big thanks to you all. All non-teaching staffs for all the efforts you have taken. To my dear core committee members, ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിൽ നടക്കില്ല, ഏറ്റവും മിനിമലായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഗ്രാജുവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചൊരു ബാച്ചിന് ഇത്ര ഗ്രാൻഡ് ഗ്രാജുവേഷൻ, അത് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു, അത് ഞങ്ങൾ നേടിയെടുത്ത്. ആൻഡ് മൈ ഡിയർ ഗ്രാജുവേറ്റ്സ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ലെറ്റ് us thank ourselves for surviving from day one till today. For piling up all the energy when you hit the rock bottom. There were days when our heart and brain weighed 100 tons and eyes wept and dehydrated. We are all true warriors, the warriors who fight episodes of anxiety and depression. But look at you guys. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ മുന്നിൽ ആ പ്രൗഡായിരിക്കാൻ പറ്റിയ ഫീൽ ഉണ്ടല്ലോ, അതുതന്നെയാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റും. സോ look at your right, look at your left. We did it, guys. We are all graduates now. From the first lancet in the physiology lab to that extraction forceps, from carver to aerator, from preparing slides to holding mouth mirrors, from classes to clinics, from apron to purple scrubs, from orientation to graduation, we have come so far. Here is to the nights that turned into days, the months that turned into years, and friends that turned into family. On behalf of the graduates of 2024, this is Dr. Vismaya Radhakrishnan signing off for the one last time. Thank you, Dr. Vismaya, for your heartfelt words and for representing your fellow graduates. That was indeed a talk. Now, we take a moment to felicitate the heads of our departments who have been instrumental in guiding our students to success.